ഹായ് IELTS എക്സാമിന് സ്പീക്കിംഗ് ടെസ്റ്റ് സ്വയം പഠിക്കാൻ 6 ടിപ്പുകൾ ആവശ്യമുണ്ടോ? If you watch this video till the end, I will teach you 6 super tips that you can use to learn to speak English fluently. Welcome to the IELTS Speaking Challenge Day 5. I'm your trainer Pradeep Hariharan and you are going to learn the 6 tips. ഈ 6 ടിപ്പുകൾ ഫോളോ ചെയ്താൽ if you follow it for a few days, your English will dramatically improve. The first tip is to read English aloud. വളരെ സിമ്പിൾ ആണ്. രാവിലെയും വൈകുന്നേരവും ഒരു 10 മിനിറ്റ് ഏതെങ്കിലും ഒരു ഇംഗ്ലീഷ് ടെക്സ്റ്റ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഇതെടുത്ത് ഉറക്കെ വായിക്കുക. Why we are doing is because നമ്മളറിയാലോ because we only speak our mother tongue, മലയാളം. So our mouths and brain is trained only to speak and listen to മലയാളം. അപ്പം നമ്മൾ ഇംഗ്ലീഷിൽ ഉറക്കെ വായിക്കുമ്പോൾ what happens is that it trains our lips, our jaws, our cheeks and the brain to speak in English. It gives us a lot of confidence. So as a beginner, if you lack confidence, the first thing I recommend you is to read aloud. Second thing you have to do is known as shadowing. ഇതെന്താണെന്ന് വെച്ചാൽ ചില വാക്കുകൾ ഇംഗ്ലീഷിൽ നമുക്ക് കറക്റ്റായിട്ട് പ്രൊനൗൺസ് ചെയ്യാൻ അറിയില്ല. സോ ദർ ആർ കപ്പിൾ ഓഫ് യൂട്യൂബ് സൈറ്റ്സ് ഹൗ ടു പ്രൊനൗൺസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇഫ് യു ഹാവ് ട്രബിൾ പ്രൊനൗൺസിങ് എ വേർഡ്, നമ്മൾ യൂട്യൂബിൽ പോയിട്ട് ഹൗ ടു പ്രൊനൗൺസ് ദിസ് എന്ന് പറഞ്ഞാൽ സ്റ്റാൻഡർഡൈസ്ഡ് ഇംഗ്ലീഷ് സ്പീക്കേഴ്സ് വിൽ ടീച്ച് യു ഹൗ ടു പ്രൊനൗൺസ്. സോ വി ഹാവ് ടു ഇമിറ്റേറ്റ് ദം. ഫോർ എക്സാമ്പിൾ, ഇഫ് ദേ സേ ഫണ്ടമെന്റലി, നമ്മൾ അവരെ ലിപ്പ് മൂവ്മെന്റും കാണിക്കുമ്പോൾ നമ്മൾ അവർ പറയുന്ന അതേപോലെ ഇമിറ്റേറ്റ് ചെയ്യുക. ഇത് ഒരു 4-5 വാക്ക് മൾട്ടിപ്പിൾ ടൈംസ് നമ്മൾ 2-3 പ്രാവശ്യം നമ്മൾ ഇമിറ്റേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇഫ് യു കണ്ടിന്യൂ ഡൂയിങ് ഇറ്റ് വിത്തൗട്ട് യുവർ നോളജ്, പീപ്പിൾ വിൽ സ്റ്റാർട്ട് ടു റെക്കഗ്നൈസ് ആക്സെന്റ് കുറച്ച് നന്നായിട്ടുണ്ടല്ലോ എന്ന് പറയും. അപ്പോൾ ദ സെക്കൻഡ് ടിപ്പ് ഈസ് ഷാഡോയിങ്. ദ തേർഡ് വൺ ഇസ് വെരി ഗുഡ് വൺ. ഇറ്റ് ഈസ് ടു ടോക്ക് ടു എ മിറർ. അതായത് നമ്മുടെ ബാത്റൂമിലോ അല്ലെങ്കിൽ റൂമിലോ ഒരു മിറർ ഉണ്ടെങ്കിൽ 2 to 3 minutes speak to the mirror as if it's another person. Just go in front of the mirror and ask, hi, how are you today? എന്നിട്ട് നമ്മൾ തന്നെ മറുപടി പറയാ, ഡോണ്ട് യു നോ ഐ എം നോട്ട് ഗുഡ് ടുഡേ. അപ്പോൾ നമ്മൾ തിരിച്ചു ചോദിക്കുക, വാട്ട് ഹാപ്പൻഡ്? അപ്പോൾ വാട്ട് ഐ എം സെയിങ് ഇസ് ദാറ്റ് ജസ്റ്റ് ടോക്ക് ടു എ മിറർ ആസ് ഇഫ് ഇറ്റ് ഇസ് അനദർ പേഴ്സൺ. ഫോർത്ത് സ്ട്രാറ്റജി ഈസ് ടു ഗിവ് എ ടോക്ക്. അതായത് ജസ്റ്റ് ഇമാജിൻ യു ഹാവ് ബീൻ ആസ്ക്ഡ് ബൈ എ സ്കൂൾ ടു ഗിവ് എ മോട്ടിവേഷണൽ സ്പീച്ച്. ഒരു 5 മിനിറ്റ് നിങ്ങൾ പഠിച്ച സ്ഥാപനത്തിൽ ഇപ്പൊ പഠിക്കുന്ന കുട്ടികളോട് ഒരു മോട്ടിവേഷണൽ സ്പീച്ച് കൊടുക്കാൻ നിങ്ങൾ വിളിക്കുന്നു. ആൻഡ് ദേ ടെൽ യു യു ഹാവ് ടു സ്പീക്ക് ഇൻ ഇംഗ്ലീഷ്. സോ വാട്ട് യു ഹാവ് ടു ഡു ഈസ് ജസ്റ്റ് ഇമാജിൻ ദാറ്റ് യു ആർ സ്റ്റാൻഡിങ് ഇൻ ഫ്രണ്ട് ഓഫ് എൻ ഓഡിയൻസ് ആൻഡ് ട്രൈ ടു ഡെലിവർ ദാറ്റ് സ്പീച്ച്. ആൻഡ് ദ ഫിഫ്ത്ത് വൺ ഈസ് സംതിങ് വെരി സിമിലർ, വിച്ച് ഈസ് ടു ടെൽ സ്റ്റോറീസ് ഇൻ ഇംഗ്ലീഷ്. ആരോട് പറയണം എന്നല്ലേ, ആരോടും പറയണ്ട, സ്വയം തന്നെ പറഞ്ഞാൽ മതി. അതായത് നമ്മൾ ഫ്രീ ആയിട്ടിരിക്കുമ്പോഴോ അല്ലെങ്കിൽ നമ്മൾ ബാത്റൂമിൽ കുളിക്കുമ്പോഴോ വാട്ട് എവർ, വെൻ യു ആർ പ്രൈവറ്റ്, ജസ്റ്റ് ടെൽ സ്റ്റോറീസ് ടു ഇൻ ഇംഗ്ലീഷ്. ദ ലാസ്റ്റ് ആൻഡ് സൂപ്പർ ടിപ്പ്, ഇഫ് യു റിയലി വോണ്ട് ടു ലേൺ ഇംഗ്ലീഷ്, നിങ്ങൾക്ക് നല്ല ധൈര്യം ഉണ്ടെങ്കിൽ കോൾ ബിസിനസ്സസ് ദാറ്റ് സ്പീക്ക് ഇൻ ഇംഗ്ലീഷ്. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ നിങ്ങൾക്കൊരു ഹോട്ടൽ അറിയണമെങ്കിൽ കോൾ 5-star ഹോട്ടൽ ആൻഡ് സ്പീക്ക് ടു ദം ഇൻ ഇംഗ്ലീഷ്. ബ്രോക്കൺ ഇംഗ്ലീഷ് ആയിക്കോട്ടെ, കളിയാക്കാൻ വേണ്ടിയിട്ടൊന്നുമില്ല. ജസ്റ്റ് ആസ്ക് അബൌട്ട് ദ റൂം ടാരിഫ് ആൻഡ് ജസ്റ്റ് ടെൽ ദം ദാറ്റ് യു ആർ ചെക്കിംഗ്. അതുപോലെ ഒരു കാർ കമ്പനി, വാട്ട് എവർ യു തിങ്ക് ഈസ് എ ഹൈ ബിസിനസ്, there will be people who speak English. Just call them and speak to them and learn English for free. So the 6 tips: the first one, read aloud. Second one, talk to a mirror. Second one is shadowing. Third one, talk to a mirror. Fourth one, give a speech. Fifth one, tell stories. And the last one is call businesses. If you really liked this video, please do like. And if you are interested in getting personalized IELTS training, please do remember me. And please subscribe to my channel. I'll see you in the next video. Until then, this is your trainer, Pradeep Hariharan, signing off. And thank you very much for your valuable time.